അതായത് ഈ പേരുമാറ്റൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറേ നാളായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. ഒരുപാട് രാഷ്ട്രീയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരങ്ങ് തീരുമാനിക്കും, കാരണം ഈ പേരെന്ന് പറയുന്നത് നല്ല പേരല്ല. അപ്പോൾ അത് ഭാഗ്യത്തിന് ഇവനൊക്കെ സ്വന്തമായിട്ട് അവൻ്റെയൊക്കെ അച്ഛനിട്ട പേര് മാറ്റുന്നില്ല എന്നുള്ളതാണ്. അതും മാറ്റിക്കളയും, കാര്യം അത് ശരിയായ പേരല്ല എന്ന് വേണമെങ്കിൽ മാറ്റാം. ഇപ്പം എന്താണെന്നറിയോ, പേര് മാറ്റൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരുപാട് വന്നുകൊണ്ടിരിക്കുക. ആ രാഷ്ട്രീയം വളരെ നല്ല കാര്യമാണ്. ഇപ്പം എന്താണെന്നറിയോ, കുറേ നാളായിട്ട് അലഹബാദ് ഇപ്പം നമ്മൾ കണ്ടു കേട്ടോ. അത് അലഹബാദിന് പേരിട്ടത് ആര് ബാബർ ചക്രവർത്തി അക്ബറോ ആരാണ്ടാണെന്ന് അലഹബാദിന് ഇലാഹാബാദ് എന്ന് പേരിട്ടത് കണ്ട്. കാരണം അതിൽ നിന്ന് വന്നതാണ് അലഹബാദ്. അതുകൊണ്ട് അത് മുസ്ലിങ്ങളുടെ വകയായി പോകും അലഹബാദ്. അതുകൊണ്ട് ഒന്ന് മാറ്റണം. ആ പേര് മാറ്റുന്നതിട്ട് എന്ത് ചെയ്തേക്കുന്നത്, അതിന് പ്രയാഗരാജ് എന്നൊരു പേരിട്ട്. മനുഷ്യന് വായിക്കൊള്ളുന്ന ഒരു പേര് പറഞ്ഞാൽ വേണ്ടില്ല. ഇപ്പം ഞാൻ പറയാം, എനിക്ക് നാളെ എന്ന് പ്രയാഗരാജ് പോയിട്ട് വരണമെന്ന് പറഞ്ഞാൽ ഒരു BJP-കാരനടുത്ത് ചോദിച്ചാൽ അയാൾക്കറിയത്തില്ല ഇതെന്ത് ഏതാണെന്ന് ചോദിക്കും, എവിടെയാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ ഒരു ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രയാഗരാജിൻ്റെ ഒരു ടിക്കറ്റ് വേണമെന്ന് വെച്ചാൽ അലഹബാദിലേക്കാണോ എന്ന് ചോദിക്കും. അവർ ആണെന്ന് നമ്മൾ പറയണം. അതാണ് ഈ അലഹബാദിൻ്റെ പേര് മാറ്റിയപ്പോൾ ഉണ്ടായത്. ഒരുപാട് വൃത്തികൾ പേര് മാറ്റുന്നതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു കൗതുകം എന്ന് പറയുന്നത്. നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിൻ്റെയും തെളിവ് നിയമങ്ങളുടെയും അതുപോലെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ എല്ലാ പേരുകളും മാറ്റി വികലമായ പേരുകൾ ഹിന്ദി കൊണ്ടുവന്നു. എന്തിനത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദ്രവിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു കാര്യമില്ല. പേര് വായിക്കൊള്ളാത്ത പേരുകളാണ്. ആ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻ പീനൽ കോഡ് അതിനൊക്കെ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ എന്നേ പറയാവൂ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വേറെ ആളുകൾ എടുത്തു പോയല്ലോ. അത് കാരണം ഭാരതീയ എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അത് സംഹിത. പിന്നെ ഇന്ത്യൻ തെളിവ് നിയമം, അതിന് ഇതേപോലെ ഓരോന്ന് ഇതിൻ്റെയൊക്കെ പേര് പോലും ഞാൻ തന്നെ മറന്നുപോയി. ഇങ്ങനെയുള്ള ഒരു കാര്യം ഇന്ത്യൻ എവിഡൻസ് ആക്റ്റാണ് കേട്ടോ. തെളിവ് നയത്തിൻ്റെ പേര് വരെ മാറ്റി. അതുപോലെ ക്രിമിനൽ നടപടി നിയമത്തിൻ്റെ പേര് മാറ്റി. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പേര് മാറ്റി. വളരെ വികലമായ പേരുകളിട്ടു. ഇതുകൊണ്ട് എന്ത് നേടാനാണെന്നൊന്ന് ആലോചിക്കുള്ളൂ. എന്ത് ഇതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നത്? ഇനി അടുത്തത് ഇപ്പം വരാമെന്ന് വേറെ എന്താ ഇനി ബാക്കി പേര് ഒരുപാട് സ്ഥലങ്ങളുടെ പേര് മാറ്റിക്കളഞ്ഞ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ അത് ചരിത്രത്തിനെ അതിനെ ധ്വംസനം നടത്തുന്നതിന് തുല്യമാണ്. അതൊക്കെ മാറ്റി ആ പേരങ്ങ് കളഞ്ഞു. ആ ഓരോ പേരങ്ങ് ഉണ്ടായി പോകുന്നതാണ് കേട്ടോ ഓരോ സ്ഥലത്തേക്ക്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഞങ്ങൾ പറഞ്ഞ് ചിരിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തമായൊരു മുറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വകയാണത് ഒരു സ്ഥലത്ത് കേട്ടോ. അതെവിടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പുള്ളിക്ക് നോക്കിയപ്പോൾ എന്താ தெரியும், അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി വേണം ആ സ്ഥലത്തിന്. പുള്ളി അന്നേരം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വക്കീൽ മുക്കെന്ന് പേരിടാം. അപ്പോൾ ഇയാളവിടെ വക്കീലേ. അപ്പോൾ വക്കീൽ മുക്കെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായി, അതിന്നാര് കാരണമാണ് ഉണ്ടായത്, വക്കീൽ മുക്കെന്നൊരു പേരെന്താ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, ആദ്യമൊക്കെ ഓട്ടോറിക്ഷ, അവിടെ ഉള്ള ഓട്ടോറിക്ഷക്കാരുണ്ട്, അവർ വെളിയിലെങ്ങാനും വെച്ച് കണ്ടാൽ നേരെ അതിനകത്ത് കയറും. ഇടേ ആ വക്കീൽ മുക്കിലോട്ട് പോട്ടെ. അതെന്നാ സാർ, ഇയാൾക്കറിയാം വയ്യ വക്കീൽ മുക്ക്, താണ്ട ഇന്ന വക്കീൽ താമസിക്കുന്ന ഇപ്പുറത്ത് അവിടെ ആ ജംഗ്ഷൻ അത് അങ്ങനെ. അങ്ങനെ തന്നെ അറിയുന്നില്ലേ ആ വക്കീൽ മുക്ക്. അങ്ങനെ കുറേ ഓട്ടോറിക്ഷക്കാരെ ഇയാൾ സ്വാധീനിച്ച് ഇത് വക്കീൽ മുക്കാക്കി. ആ പേര് വക്കീൽ മുക്കെന്ന് ഇപ്പോഴും ആ പേരുണ്ട് ആ സ്ഥലത്തിന്. അതിൻ്റെ കാരണം ഇങ്ങനെ ഉണ്ടായതാണ്, എനിക്കറിയാം ഇങ്ങനെ ഉണ്ടായതാണെന്ന് എന്ന് പറയുന്നത് അത് ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ എന്തോ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ പേരായിരിക്കും. സുൽത്താൻസ് ബാറ്ററി എന്ന് എഴുതി വെക്കും, സുൽത്താൻ ബത്തേരി എന്നുള്ളതാണ്. അപ്പം അതിന് ഒരു പുതിയ പേര്, നമ്മൾ ഒരുപാട് പേരുകൾ കാണുമ്പോൾ ഒരു സ്ഥലത്തിന് പലരും സൗകര്യമായിട്ട് പേര് പറയും. എൻ്റെ ഉമ്മുമ്മ കണ്ണനെല്ലൂർക്കാരിയായിരുന്നു. അവർ പറയുന്ന ആ സ്ഥലത്തിന് പറയുന്ന എന്തെന്നറിയോ, അവരും അവരുടെ ബന്ധുക്കളും ഒക്കെ കണ്ണോലി എന്നാണ്. കണ്ണോലി എന്ന് അവർ പറയും. കണ്ണോലി എന്നുള്ള പേരുണ്ട് ആ സ്ഥലത്തിന്. അപ്പം അതിന് കണ്ണനെല്ലൂരാണ് യഥാർത്ഥത്തിൽ, അതിന് കണ്ണോലി എന്ന് പറയും. എന്നാൽ അതിൻ്റെ പേര് മാറ്റി ഇനി കണ്ണോലി എന്നാക്കണം എന്ന് പറയുന്ന പോലെ ആണ് ഇവിടെ ഗണപതി വട്ടം എന്ന് പറഞ്ഞ ഒരു സുൽത്താൻ ബത്തേരിക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നെന്ന് പോലും എനിക്കറിയില്ല എന്താണെന്ന്. പല പേരുകളും കാണും. ഏതായാലും സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്നറിയും. ഇനി അതിന് ഞാനൊന്ന് ഗണപതി വട്ടം വരെ പോയിട്ട് വരട്ടെ എന്ന് പറയേണ്ടതായിട്ട് വരും എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുടെ പേരുകളുണ്ട് കേട്ടോ. ഇതെല്ലാം മാറാം. കാരണം ഏതെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ പേര്
അങ്ങ് ഇട്ടേക്കുകയാണ്. ആ ഇത് തന്നെ നമ്മുടെ ശ്രീമതി സ്മിത ഇറാനി തന്നെ ഒരു 2 സ്ഥലങ്ങളുടെ പേര് മാറ്റിയത് ഇന്ന് പത്രത്തിൽ കിടക്കുന്ന കണ്ടു. ആ പേര് അത് പറയാൻ എനിക്ക് അറിയാൻ വയ്യ ഏതാണ്ട്, കാരണം വളരെ നീണ്ട പേരാണ്. അത് അവരുടെ ഭാവനാവിലാസത്തിൽ നിന്ന് വിരിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇതേപോലെ അതായത് ഈ വൃത്തികെട്ട നല്ല പേരുകളല്ലേ ഇതൊക്കെ. അപ്പോൾ അലഹബാദ് എന്ന് പറയുന്ന ഒരു അന്തസ്സുള്ളൊരു പേരാണ്. അതിന് പകരം അത് പ്രയാഗ്രാജ് എന്നാക്കി. ശരി, ആക്കിക്കോട്ടെ. ഇതാരെങ്കിലും അറിയുമോ പ്രയാഗ്രാജ് എന്ന് പറഞ്ഞാൽ? അവർ പോലും ഇത് അലഹബാദ് എന്നേ പറയുള്ളൂ, ഈ പേരിട്ടവർ പോലും. പ്രയാഗ്രാജ് എന്ന് ഒരിക്കലും ആരും പറയല. ഇനി എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രയാഗ്രാജ് എന്ന് പറയുന്ന അലഹബാദ് തന്നെ ആയിരിക്കും, വ്യത്യാസമൊന്നുമില്ല. അല്ല, ഇതിപ്പോ ഇനി സുരേന്ദ്രന്റെ ധൈര്യമായിട്ട് പറയാം, ഞാൻ ജയിച്ചാൽ ഇതിന്റെ പേര് മാറ്റുമെന്ന്. കാരണം ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ജയിച്ചാൽ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. കാരണം പുള്ളി ഇനി എന്തു പറഞ്ഞാലും പുള്ളി ജയിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്, എല്ലാവർക്കും അറിയാം. അവിടെ ജയിക്കാൻ ഒക്കത്തില്ല, എവിടെ നിന്നാലും ജയിക്കുകയില്ല. കാരണം വളരെ കൊടുമ്പിരി കൊണ്ട് നമ്മുടെ ശബരിമല വിഷയം കൊടുമ്പിരി കൊണ്ട് നിന്ന കഴിഞ്ഞ ഇലക്ഷൻ്റെ കാലത്ത് അദ്ദേഹം ഇതേപോലെ പോയിട്ട് 8 നിലയിൽ പൊട്ടിയതല്ലേ പത്തനംതിട്ട നിന്നിട്ട്. അപ്പോൾ ആ രീതിയിൽ വരാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പ്രത്യേകതയൊന്നുമില്ല. അദ്ദേഹം ജയിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്ത് പറയാമല്ലോ, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൊന്നുകൊണ്ട് പുളിശ്ശേരി കാച്ചി തരാം എന്ന് പറയാം. അല്ലെങ്കിൽ എത്ര കോടി രൂപ വേണമെങ്കിലും ഞാൻ ഇന്നതുപോലെ ഇന്നത് അവിടെ സംഭവിക്കും എന്ന് പറയാം, ചെയ്യാമെന്ന് പറയാം. കാരണം പറയുന്നതിന് ഒരു വിഷമം വേണ്ടല്ലോ. കാരണം നടക്കാൻ പോകുന്നതല്ലെന്ന് പുള്ളിക്കാൻ അറിയാം. ഏതാണ്ട് അതായത് ഗണപതി വട്ടത്തിൻ്റെ നമ്മൾ തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണെന്നാണ് അതുകൊണ്ട് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം ഏതായാലും ജയിക്കുകയില്ല. ജയിക്കുന്ന ആരെങ്കിലും ഇനി അവിടെ പിടിച്ചുകൊണ്ട് വന്ന് നിർത്താതിരുന്നാൽ വളരെ നല്ലത്. അങ്ങനെ ആരും BJPയുടെ കാൻഡിഡേറ്റ്സ് അവിടെ നിന്ന് ജയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, ഏതായാലും ഗണപതി വട്ടം എന്നുള്ള പേര് സഹിക്കേണ്ടതായി വരുന്നില്ല എന്നുള്ളത്. ഭഗവാനെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? ഗണപതി ഭഗവാനെ ഒരു വളരെ ഒരു നല്ലൊരു കഥാപാത്രമല്ലേ ഗണപതി ഭഗവാൻ എന്ന് പറയുന്ന ആള്? ഒരു ദൈവത്തിൻ്റെ നല്ലൊരു പ്രതിരൂപമല്ലേ? അദ്ദേഹത്തിനെ ഇതേപോലെ ആക്ഷേപിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഗണപതി വട്ടം ഒന്ന് ആക്കിക്കളയുന്നതാണ്. ഏതായാലും ആ വട്ടം നമ്മൾ ആക്കാതിരിക്കുന്നത് വളരെ നല്ല കാര്യം. ഏതായാലും അത് ദൈവം വിചാരിക്കട്ടെ, കാര്യം ഇത് ആക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി ചെയ്യട്ടെ.